അപ്പോൾ അങ്ങനെ നാട്ടിലിറങ്ങിയ കൊലയാളി ആനയെ പിടികൂടാനുള്ള ദൗത്യമാണിപ്പോൾ വനംവകുപ്പ് നടത്തുന്നത്. നമുക്കറിയാം ഇന്നലെ ഒരു ജീവനെടുത്ത ആനയാണ്. അപ്പോൾ ഇന്ന് ഈ ആനയെ അതിൽ നിന്നും ഇന്നലെ കണ്ട സ്ഥലത്തു നിന്നും ഏതാണ്ട് കുറച്ച് 8 കിലോമീറ്ററോളം മാറിയാണ് കണ്ടത്. മണ്ണുണ്ടി എന്ന കോളനിക്ക് പരിസരത്തായി. അതിങ്ങനെ ഒരു വനത്തോട് ചുറ്റപ്പെട്ടൊരു മേഖലയായിരുന്നു. ആ വനത്തോട് ചുറ്റപ്പെട്ട മേഖലയിൽ പക്ഷേ ആനയെ നേരിട്ട് കണ്ടെത്താൻ, ആനയുടെ സാന്നിധ്യം നേരിട്ട് ട്രാക്ക് ചെയ്യാൻ വനംവകുപ്പിന് കഴിഞ്ഞില്ല. ഏതായാലും പിന്നീട് ആ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമൊക്കെ ആ സമയത്ത് കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ പിന്നീട് ബാവലി എന്ന സ്ഥലത്താണ് ആനയെ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ കമൽ ഉണ്ട്. കമലേട്ടന് ആനയുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പരിചയമുള്ള റിപ്പോർട്ട് ചെയ്തൊരു വ്യക്തി കൂടിയാണ്. ഇതിപ്പോൾ പിടികൂടാനുള്ള ദൗത്യത്തിലേക്കാണോ പോകുന്നത്? എവിടെ വരെ എത്തി? എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്നത്? അതായത് ഔദ്യോഗികമായിട്ട് വനംവകുപ്പ് പറഞ്ഞത് ഈ ബാവലി സെക്ഷനിൽ ആന ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. നമുക്ക് അനൗദ്യോഗികമായി ലഭിച്ച വിവരം വാച്ചർമാർ ആനയെ കണ്ടിട്ടുണ്ട്. ഈ മാനന്തവാടി മൈസൂർ റോഡാണിത്. കാട്ടിക്കുളത്ത് നിന്ന് ബാവലി വരെ പോയി കഴിഞ്ഞാൽ പിന്നെ കർണാടകയായി. അപ്പോൾ ഈ ബാവലിക്കും കാട്ടിക്കുളത്തിനും ഇടയിൽ ഒരു സ്ഥലമുണ്ട്, ആനപ്പാറ. ഒരു വളവുണ്ട്, 58 ആനപ്പാറ എന്നൊക്കെ പറയുന്ന ഭാഗം. അവിടെ നിന്നൊരു 4 കിലോമീറ്റർ ഉള്ളിൽ ആനയെ കണ്ടു എന്നുള്ള വിവരമാണ് അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അതിന് മുൻപ് തന്നെ ഞാൻ നേരത്തെ ലൈവിലൊക്കെ പറഞ്ഞതുപോലെ, ഞാൻ സാധാരണ ഇവർ ഔദ്യോഗികമായി ഒരു വിവരം അറിയിച്ചില്ലെങ്കിൽ ഇവരുടെ മൂവ്മെൻറ്റിൽ നിന്ന് നമ്മൾ ചില അനുമാനങ്ങളിലെത്തും. പെട്ടെന്ന് വാഹനങ്ങൾ പോവുക, ഉദ്യോഗസ്ഥരുടെയൊക്കെ ബോഡി ലാംഗ്വേജ് തന്നെ മാറും. അത്തരത്തിലൊരു മൂവ്മെൻറ്റ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്വേഷിച്ചത്. അപ്പം അത് ഏറെക്കുറെ ശരിയായിരുന്നു. പോലീസിൻ്റെ ബസ് അടക്കം ഇവിടെ നിന്ന് മാറി, റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഔദ്യോഗികമായി അവർ പറഞ്ഞത് ഫിസിക്കലി ആനയുടെ സാന്നിധ്യം കണ്ടെത്തി അനുയോജ്യമായ സ്ഥലമാണെങ്കിൽ എത്രയും പെട്ടെന്ന് മയക്കുവെടിയിലേക്ക് തന്നെ കടക്കും. കർണാടകയിലേക്ക് തുരത്തുക എന്നൊരു നിലപാട് ഇപ്പോൾ എന്തായാലും വനംവകുപ്പിനില്ല. നമ്മുടെ അതിർത്തിക്കുള്ളിൽ വെച്ച് തന്നെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഉച്ചയോടെ ഈ സിഗ്നലും സാന്നിധ്യവും കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ ദൗത്യം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ആന നിൽക്കുന്നത് ജനവാസ മേഖലയിലാണോ അതോ വനപ്രദേശത്ത്? അല്ല, പൂർണ്ണമായും വനപ്രദേശത്താണ് എന്നാണ് ഈ പറഞ്ഞ ലൊക്കേഷൻ വെച്ച് നമുക്ക് മനസ്സിലാവുക. അതൊരു പക്ഷേ ആ ഭാഗത്ത് ജനവാസ മേഖലയുള്ളത് ഈ ബാവലി എന്ന് പറയുന്ന ചെറിയൊരു ടൗൺ ആണ്. അതല്ലെങ്കിൽ പിന്നെ കോളനികൾ ഉണ്ടാകും ഉള്ളിൽ. പക്ഷേ നിലവിൽ വനത്തിൽ തന്നെ എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. എന്തായാലും ഉച്ചയ്ക്ക് ദൗത്യം അതിൻ്റെ ഒരു നല്ല വാർത്ത നമുക്ക് നൽകാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കുറച്ച് കഴിയുമ്പോഴേക്കും. ഏതായാലും ആ ദൗത്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ തീർച്ചയായും അത് ഏറ്റവും സക്സസ് ആയി വരട്ടെ എന്ന് നമുക്കറിയാം. ഒരാഴ്ചക്കിടെയാണ് 2 ആനകൾ മാനന്തവാടിയിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായ ഒരു ദൗത്യമാണ്. ആ ദൗത്യത്തിലേക്ക് കടക്കുമ്പോൾ അത് വിജയിക്കട്ടെ. അതിനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാവരും.